അങ്ങനെ ഡിസംബർ എത്തിയിരിക്കുകയാണ്. ഡിസംബർ 1. ഈ വർഷം കഴിയാറായി, 2026 കടക്കുകയാണ്. എന്നാൽ ഈ ഡിസംബർ 1 ഒരു പ്രത്യേകതയുണ്ട്. ഇത് എയ്ഡ്സ് ദിനമാണ്. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. സംസ്ഥാനത്ത് എയ്ഡ്സ് രോഗികളുടെ എണ്ണം കുത്തനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണം എന്താണ്? ഇന്നത്തെ മനോരമ പത്രത്തിലൂടെ കണ്ണോടിച്ചപ്പോഴേക്കും ഞെട്ടിക്കുന്ന കണക്കുകളാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് ഒരു മാസം 100-ലധികം പേര് HIV ഇൻഫെക്റ്റഡ് ആവുന്നു. ശരാശരി 100, ഒരു മാസത്തെ കണക്കാണ്. ശരാശരി 100 പേർക്കെങ്കിലും HIV പിടിക്കുന്നുണ്ട്. ഈ രോഗം കിട്ടുന്നവർ ചെറുപ്പക്കാരാണ്, 15-നും 24-നും ഇടയിലുള്ള പ്രായക്കാർ, ജെൻസി എന്ന് വേണം പറയാൻ. എങ്ങനെയാണ് ഈ രോഗം ഇപ്പോൾ ഒരുവിധം പേർക്കെല്ലാം കിട്ടുന്നത്? അതിന് മെയിൻ കാരണം ലഹരി ഉപയോഗമാണ്. അതായത് സിറിഞ്ച്. ഈ ലഹരി ഉപയോഗിക്കുന്ന ചുറ്റിനും വരുന്ന ഒരാൾ ഉപയോഗിച്ച് അതേ സിറിഞ്ച് തന്നെ എല്ലാവരും ഉപയോഗിക്കുന്നു. അവർക്ക് ആ ഒരു സമയത്ത് സേഫ്റ്റി ഒന്നുമല്ല, ലഹരി ഉപയോഗിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പിന്നീട് എന്ത് സംഭവിക്കുന്നു? എയ്ഡ്സ് രോഗബാധിതരാകുന്നു. പിന്നീട് ജീവിതകാലം മൊത്തം ഇവർ ആ രോഗം കൊണ്ട് നടക്കേണ്ടി വരും. അതായത് വാർത്ത ഇങ്ങനെയാണ്, മനോരമ പത്രത്തിലെ വാർത്തയാണ്. സംസ്ഥാനത്ത് മാസ ശരാശരി 100 പുതിയ HIV അണുബാധിതരുണ്ടാകുന്നെന്ന് കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ റിപ്പോർട്ട്. പുതുതായി HIV അണുബാധിതരാകുന്നതിൽ 15 മുതൽ 24 പ്രായക്കാരുടെ എണ്ണവും കൂടി വരുന്നു. 2022 മുതൽ കഴിഞ്ഞ വർഷം വരെ യഥാക്രമം 9, 12, 14.2% ഈ വർധന. ഈ വർഷം ഏപ്രിൽ ഒക്ടോബർ കാലയളവിൽ HIV അണുബാധിതരാകുന്നത് 15 മുതൽ 24 വരെയുള്ള പ്രായക്കാരുടെ എണ്ണം 15.4% ഉയർന്നതായും റിപ്പോർട്ട് പറയുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടെ സംസ്ഥാനത്ത് 4477 പേർക്ക് പുതുതായി HIV അണുബാധിത കണ്ടെത്തി. ഇതിൽ 3393 പേരും പുരുഷന്മാരും, 1065 പേർ സ്ത്രീകളും, 19 പേർ ട്രാൻസ്ജെൻഡേഴ്സുമാണ്. എന്നാൽ 90 ഗർഭിണികളും ഇതിൽ ഉൾപ്പെടുന്നു. 90 ഗർഭിണികൾ. കഴിഞ്ഞ 3 വർഷത്തിൻ്റെ HIV ബാധിതർ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് എറണാകുളത്താണ്, 850. തിരുവനന്തപുരം 555 നിൽക്കുന്നു. അതിന് പിന്നാലെ തൃശ്ശൂർ 518, കോഴിക്കോട് 441, പാലക്കാട് 371, കോട്ടയം 350 എന്നിങ്ങനെയാണ് ജില്ലകളുടെ കണക്ക്. ഏറ്റവും കുറവ് വയനാട്ടിലാണ്, 67. ജനസംഖ്യ കുറവായെന്നാണ് അത്. അതേസമയം HIV സാന്ദ്രത താരതമ്യേന കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. പ്രായപൂർത്തിയായവരിലെ HIV സാന്ദ്രത രാജ്യത്ത് 0.20 ആണെങ്കിൽ കേരളത്തിൽ 0.7 ആണ്. ഇത് മനോരമയിലെ വാർത്തയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ റാപ്പിഡായിട്ട് ഈ ഒരു വർധന? ഏറ്റവും കൂടുതൽ എറണാകുളത്താണ്. ഇപ്പോൾ എറണാകുളത്ത് നോക്കുകയാണെങ്കിൽ 650 പേര് ഇൻഫെക്റ്റഡ് ആയി. അല്ലെങ്കിൽ തിരുവനന്തപുരത്താണെങ്കിൽ 555. നമ്മുടെ മെട്രോ സിറ്റികളാണ് ഇതൊക്കെ. എങ്ങനെ ഇത്ര റാപ്പിഡ് വർധന? ലഹരി തന്നെയാണ്. ലഹരി ഉപയോഗം, പിന്നെ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, ഇതൊക്കെ കൊണ്ടാണ് കൂടുതൽ പേർക്ക് ഇൻഫെക്റ്റഡ് ആകുന്നത്. പിന്നെ സൈഡിലൊരു വാർത്തയുണ്ട്. കഴിഞ്ഞ വർഷം 1213 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കേരളത്തിൽ മൊത്തം 23608 പേർ HIV ബാധിതരാണ്. കഴിഞ്ഞ വർഷം 1213 പേരിൽ പുതുതായി അണുബാധ കണ്ടെത്തി. 2022-23 വർഷത്തിൽ 1183 പേർ. ഇക്കൊല്ലം ഏപ്രിൽ ഒക്ടോബർ വരെ 818 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവരിൽ 62% ആളുകൾക്കും അണുബാധ ഉണ്ടായത് ഒന്നിലേറെ ആളുകളുമായി സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടാണ്. അപ്പം നിങ്ങൾ സ്പായിലൊക്കെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാൻ പോവുകയാണെങ്കിൽ കോണ്ടം ഉപയോഗിക്കുക, പരിചയമില്ലാത്തവരുമൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ പണി കിട്ടും, അല്ലെങ്കിൽ രോഗം വരും. മാക്സിമം നിങ്ങൾ അതിനൊക്കെ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഏറ്റവും അതായത് HIV ഒക്കെ വന്നാൽ നമുക്ക് ഇപ്പം നമുക്ക് സമൂഹത്തിലും ഒറ്റപ്പെടും. മാത്രവുമല്ല ഏറ്റവും വൃത്തികെട്ട രോഗമാണ്. മറ്റു പല രോഗങ്ങളും HIV ഒക്കെ വന്നാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ എയ്ഡ്സ് ആയി മാറുകയും മറ്റ് പല രോഗങ്ങളും നമ്മളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ നമുക്കിത് അറിയാൻ പറ്റത്തില്ല. വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഒരു ലക്ഷണം പോലും വരുന്നത്. നമ്മുടെ ദേഹത്ത് റാഷസ് വന്നേക്കാം, ഛർദി വരും, തൂറ്റ് വരും. തുടക്കത്തിലൊരു ഇൻക്യുബേഷൻ പീരീഡാണ്. ഇത് എഫക്റ്റഡ് ആയാൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരു ചെറിയ പനിയും ചെറിയ റാഷസൊക്കെ വരും. പിന്നീട് ഒരു ലക്ഷണം കാണിച്ചൊന്നും വരത്തില്ല. പിന്നീട് 5-6 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഈ ഒരു ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത്. HIV എയ്ഡ്സ് 3 സ്റ്റേജസിലാണ്.
ഒന്നാമത്തെ അക്യൂട്ട് സ്റ്റേജാണ്. ആ സമയത്ത് പനിയും തലവേദനയും വരണ്ട തൊണ്ടയും പിന്നെ ചെറിയ മസിൽ പെയിനൊക്കെ ഉണ്ടാകും. പിന്നെ രാത്രിയിലൊക്കെ നമ്മൾ വിയർത്തേക്കാം. പിന്നീടാണ് ക്രോണിക് സ്റ്റേജ്. ആ സമയത്ത് നമുക്ക് വലിയ രീതിയിൽ ചുമ കാണും, ശ്വാസം എടുക്കാനൊക്കെ പ്രശ്നങ്ങൾ കാണും, പെട്ടെന്ന് നമ്മുടെ ഭാരം കുറയും, പിന്നെ തൂറ്റുണ്ടാകും, പിന്നെ ദേഹം മൊത്തം റാഷൊക്കെ കാണിക്കും. എയ്ഡ്സ് എന്നാൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. HIV അവസാനത്തെ സ്റ്റേജാണ് എയ്ഡ്സ്. ആ സമയത്ത് നമുക്ക് നിർത്താതെ പനി വരും, ചുമ വരും, തലവേദന ആയിരിക്കും, മെമ്മറി പ്രോബ്ലംസ് ആയിരിക്കും. പിന്നെ നമുക്ക് ഒരുപാട് രോഗങ്ങൾ പിടിക്കുകയും ചെയ്യും. മറ്റ് പല രോഗങ്ങളും നമ്മളെ പിടിക്കുകയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ ലഹരി ഉപയോഗിക്കാതിരിക്കുക. സിനിമയിലൊക്കെ ഒരുപാട് ലഹരി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിലൊന്നും വീടാതിരിക്കുക. ഇവരൊക്കെ ആക്ട് ചെയ്യുകയാണ്, സിനിമയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുക. ലൈംഗിക വീഴ്ചയ്ക്ക് പരിചയമില്ലാത്തവരുമായിട്ട് ലൈംഗിക വീഴ്ചയ്ക്ക് പോകാതിരിക്കുക. അഥവാ പോയാൽ സേഫ്റ്റി ഉപയോഗിക്കുക, പോകാതിരിക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ കോടതി വിധിയുണ്ട്. നിങ്ങളെ പിടിച്ചാൽ കസ്റ്റമറിനെതിരെയും കേസുണ്ട്, പ്രേരണാ കുറ്റം. മുൻപ് ലീഗലൈസ് ആണ് ഇന്ത്യയിൽ, എന്നാലും പ്രേരണാ കുറ്റവും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനൊന്നും പോകാതിരിക്കുക, സേഫായിട്ട് ജീവിക്കുക. മാരീഡ് അല്ലാത്ത ആൾക്കാർക്ക് സെക്ഷ്വൽ സാറ്റിസ്ഫാക്ഷൻ തീർക്കാൻ ഇങ്ങനത്തെ വഴികളെ ഉള്ളെങ്കിൽ സേഫ്റ്റി ഉപയോഗിക്കുക. കോണ്ടം ഇല്ലാതെ ഒരിക്കലും ഒരാളുമായിട്ട് ബന്ധപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പണി കിട്ടും. പ്രശ്നമാണ് ഇതൊക്കെ. മാത്രമല്ല ഗവൺമെൻറ് ഇതിനെതിരെ ആക്ഷൻ എടുക്കണം. ഇനി വിവാഹത്തിന് ശേഷം അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ദമ്പതികൾ HIV ടെസ്റ്റ് നിർബന്ധമായും ചെയ്യണം. ഇതിൽ ഗർഭിണികൾ വരെ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്. ഇവർക്ക് ഇരിക്കുന്ന കുട്ടിക്കും ഇൻഫെക്റ്റഡ് ആകാൻ ചാൻസ് കൂടുതലാണ്. അപ്പം വിവാഹത്തിന് മുമ്പേയും ഒരു ടെസ്റ്റിംഗ് ഒക്കെ വേണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇത് റാപ്പിഡായിട്ട് കൂടും. നമ്മുടെ സംസ്ഥാനം കുറച്ചുകൊണ്ട് വന്നതാണ് ഇത്. എന്നാൽ അതിനുശേഷം ഈ MDMA ലഹരിയൊക്കെ ഒഴുകിയതിന് ശേഷം റാപ്പിഡായിട്ട് കൂടി. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സൂക്ഷിച്ച് ജീവിക്കുക. പിന്നെ മാതാപിതാക്കൾ കുട്ടികൾ എവിടെയാണ് പോകുന്നതെന്നൊക്കെ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ രോഗം അല്ലെങ്കിൽ ഇങ്ങനത്തെ കൂട്ടുകെട്ടുകൾ വഴി ഇവരൊക്കെ ലഹരി ഉപയോഗിച്ച് എന്ത് സംഭവിക്കും? അവരിലേക്ക് അഫക്റ്റഡ് ആവും.